ഹായ്, വെൽക്കം ബാക്ക്. ഇന്നത്തത് എന്നത്തെയും പോലെ തന്നെ ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതിൽ ഇന്നത്തെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നിപ്പോൾ രാവിലെ ഞാനിവിടെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ കിട്ടുന്നൊരു ഷോപ്പുണ്ട് കേട്ടോ. ഒരു സൂപ്പർ മാർക്കറ്റാണ് ഇതിൻ്റെ ഒരു സൈഡിൽ മൊത്തത്തിൽ ഒരു ഏരിയയിൽ കുറച്ചധികം ഫ്ലവേഴ്സ് ഇങ്ങനെ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇടയ്ക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ട് പോകും. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു പിങ്കും പേർപ്പിളും കൂടെ ഉള്ളൊരു ഈ ഒരു ഫ്ലവർ ആയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. സാധാരണയായിട്ട് കാണാത്തൊരു കളറായത് കാരണം എനിക്കിങ്ങനെ സാധാരണ കാണാത്ത ബ്ലൂ ഇങ്ങനത്തെ ഫ്ലവേഴ്സിൽ നമ്മളധികം കാണാത്ത കളേഴ്സില്ലേ, അതൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ വെക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇപ്പം മഞ്ഞയും വൈറ്റും റെഡ് ഇതൊക്കെ നമ്മൾ യൂഷ്വലി കാണുന്ന കളേഴ്സല്ലേ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കളേഴ്സ് കാണുമ്പം എനിക്കത് വാങ്ങിച്ച് വെക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു പൂവ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു 3 to 4 ആഴ്ച വരെയെല്ലാം നമ്മളിങ്ങനെ ഇടയ്ക്ക് വെള്ളം മാറ്റി കൊടുത്താൽ വാടാണ്ട് ഇരിക്കും കേട്ടോ. പക്ഷേ ഒരു 3-4 ദിവസമെല്ലാം കൂടുമ്പോൾ ആ വെള്ളം ഒന്ന് മാറ്റിയിട്ട് വീണ്ടും വെള്ളം ഒന്ന് നിറച്ച് വെച്ച് കൊടുക്കണം. വെള്ളം ഒന്ന് ചേഞ്ചാക്കി കൊടുക്കണം, അല്ലെങ്കിൽ മൊത്തത്തിൽ അത് അഴുകി പോയിട്ടുണ്ടാവും അതിൻ്റെ തണ്ടെല്ലാം. അപ്പോൾ ഇതിങ്ങനെ ഒരു 3 തണ്ടിൽ 3 ഇതായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഈ ഒരു ഈ ഒരു കുപ്പിയിൽ, ഇതൊരു കുപ്പിയാട്ടാ. കുപ്പിയാന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ ഇത് ഞാൻ മുമ്പ് വീട്ടിലേക്ക് വാങ്ങിച്ച ഒരു ഗ്ലാസ് ജാറായിരുന്നു. അതിന് ലിഡും കൂടിയൊക്കെ വരുന്നത്. പക്ഷെ അത് ഞാൻ യൂസ് ചെയ്യലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ ഇട്ട് വെക്കാനായിട്ട് നല്ലതായിട്ട് തോന്നിയത് കാരണം ഞാൻ അതിൻ്റെ ആ ഒരു ലിഡ് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സ് വാങ്ങിക്കുമ്പം അതിലിട്ട് വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്ലവേഴ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്ലവറിൻ്റെ കളറ് ഒരു പിങ്കും പിന്നെ ഉള്ളിൽ വയലറ്റ് പോലെ ഒരു പർപ്പിള് അങ്ങനെ എന്തോ വരുന്നൊരു ഷെയ്ഡാട്ടാ. വീഡിയോയിൽ കറക്റ്റ് കാണുന്ന പോലെ അല്ല, ആ ഒരു ചെറുതായിട്ടൊരു പിങ്ക് പോലെ കാണണില്ലേ അതിൻ്റെ ചുറ്റും, അത് അത്യാവശ്യം നല്ലൊരു പിങ്ക്. അത് പിന്നെ ഉള്ളിൽ ഇങ്ങനെ പർപ്പിളും. എനിക്ക് ഇങ്ങനെ വീട്ടിൽ ഫ്രഷ് ഫ്ലവേഴ്സ് വെക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടാ. ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രഷ് ഫ്ലവേഴ്സ് ഇരിക്കുന്നതാണ് നല്ല രസമല്ലേ. മറ്റേ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഇല്ലേ, അതിനേക്കാളും അത് പിന്നെ അങ്ങനെ നമ്മൾ ഒഴിവാക്കുകയൊന്നും വേണ്ടല്ലോ വാടിപ്പോകുമ്പോൾ, അതങ്ങനെ ഇരുന്നോളും. പക്ഷേ ഇതിങ്ങനെ വാടിപ്പോകുമ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണെന്നാലും ഇതിങ്ങനെ കാണാൻ നല്ല രസമല്ലേ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ്. അത് കാരണം കേട്ടോ ഞാനിങ്ങനെ ഇടയ്ക്കെല്ലാം ഇങ്ങനെ വാങ്ങിച്ച് വെക്കുന്നത്. അപ്പോൾ അത് കിച്ചൻ്റെ ഒരു സൈഡിലായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എപ്പോഴും ഹോളിൽ TV ഒക്കെ ഇരിക്കുന്നതിൻ്റെ ആ ഒരു താഴത്തെ ഭാഗത്ത് ഡിഫ്യൂസേഴ്സ് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യും കേട്ടോ. എനിക്ക് വീട് എപ്പോഴും ഭയങ്കര നല്ല മണത്തിലിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമായത് കാരണം എനിക്കും അതെ, എൻ്റെ ഹസ്ബൻഡിനും അതെ കേട്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം ഇപ്പം ഞാനത് ഫില്ല് ചെയ്തില്ലെങ്കിൽ ഹസ്ബൻഡ് ചെയ്യും. എപ്പോഴും അങ്ങനെ എന്തെങ്കിലും ക്യാൻഡിൽസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിഫ്യൂസേഴ്സോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിവിടെ ഉണ്ടായിരുന്നത് തീർന്നു പോയിട്ട്, അതായത് അത് കഴിഞ്ഞു പോയിട്ട്, അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ പുതിയൊരെണ്ണം പൊട്ടിച്ചിട്ട് വെക്കുകയാണ്. ഇത് ഫ്രഷ് കോട്ടൺ എല്ലാം ഞാൻ എപ്പോഴും അങ്ങനത്തെ സ്മെല്ലുകളാട്ടാ കൂടുതലും വാങ്ങിക്കൽ. ഫ്രഷ് ലിനൻ, ഫ്രഷ് കോട്ടൺ, അങ്ങനത്തെയൊക്കെ മൈൽഡായിട്ടുള്ള സ്മെല്ലുകളില്ലേ, സോഫ്റ്റായിട്ടുള്ള, ഒരുപാട് ഹാർഡായിട്ടുള്ള ഇത് ഞാൻ കൂടുതൽ യൂസ് ചെയ്യും. പക്ഷേ എപ്പോഴൊന്നും യൂസ് ചെയ്യില്ല. റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് എപ്പോഴും സോഫ്റ്റായിട്ടുള്ള സ്മെല്ലുകളാട്ടാ. മറ്റേ ഊതൊക്കെ ഇല്ലേ, ഊതിനൊക്കെ കുറച്ച് സ്ട്രോങ് മണം ഉണ്ടാവില്ലേ, അതും ഞാൻ യൂസ് ചെയ്യലുണ്ട്. പക്ഷേ എപ്പോഴും യൂസ് ചെയ്യില്ല, വല്ലപ്പോഴെല്ലാം അത് യൂസ് ചെയ്യലുള്ളൂ കേട്ടോ. അല്ലാത്തപ്പോൾ ഇതുപോലെയുള്ള ഫ്രഷ് കോട്ടണോ ഫ്രഷ് ലിനനോ ആ ഒരു തരത്തിൽ വരുന്ന സ്മെല്ലുള്ള സാധനങ്ങളാണ് കൂടുതലും. അത് ക്യാൻഡിൽസിൽ നമുക്കങ്ങനെ വാങ്ങിക്കാൻ കിട്ടും, അങ്ങനത്തെ മൈൽഡ് സ്മെല്ലുകളുള്ളത്. അപ്പോൾ അത് വാങ്ങിച്ച് വെക്കലുണ്ട്. പിന്നെ ഊതിലും എനിക്ക് ഇത്തവണ ഞാൻ ഊത് വാങ്ങിച്ചപ്പോൾ ഒരു ലൈറ്റായിട്ടുള്ളൊരു സ്മെല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഇപ്പോൾ റെഗുലറായിട്ട് ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് ഈ TV യുടെ ഈ ഒരു സ്റ്റാൻഡ് മേലേക്ക്
വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒരു 2 മാസത്തിൽ കൂടുതലെല്ലാം നല്ല മണമായിരിക്കും കേട്ടോ. ഇതിങ്ങനെ ഇരുന്നോളും. അത് അത്ര നാൾ ലാസ്റ്റ് ചെയ്യും കേട്ടോ. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റമൊന്നും വേണ്ട. ചിലപ്പോൾ ഒക്കെ 2 മാസത്തിൽ, അത് ഓരോ ഡിഫ്യൂസേഴ്സ് അനുസരിച്ചിട്ട് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചക്കലേക്കുള്ള ഫുഡ് ഉണ്ടാക്കുക കേട്ടോ. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ചോറൊന്നും ഉണ്ടാക്കണില്ല. ഒരു ഭട്ടൂര പോലെയുള്ള ഒരു അതും, പിന്നെ ചിക്കൻ ഗീ റോസ്റ്റും, പിന്നെ പനീറും ഉണ്ടാക്കുന്നുണ്ട്. കടായി പനീറും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു റെസിപ്പി ഞാൻ കാണിച്ചു തരാം. നിങ്ങളിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാമല്ലോ. ഉണ്ടാക്കി നോക്കൂ. നല്ല ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് പനീറിൻ്റെ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് ഉണ്ടാക്കാനായിട്ട്, ഈ ഭട്ടൂര ഉണ്ടാക്കാനായിട്ട് ഈ മാവൊന്ന്, ഇത് ശരിക്കും ഭട്ടൂരയാണോ എന്നൊന്നും എനിക്കറിയൊന്നുമില്ല കേട്ടോ. ഞാനിതിനെ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. സാധാരണ ഭട്ടൂരയിൽ റവ എല്ലാം ചേർക്കണ കണ്ടിട്ടുണ്ട്. ഈ ഒരു സാധനം കുറച്ച് നാൾ എന്തെല്ലാം ആയിട്ട് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. കാര്യം ഞാനിതിനെ ഭട്ടൂര എന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഇത് ഭട്ടൂര തന്നെയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഉണ്ടാക്കലുണ്ട് ഇടയ്ക്ക്. മുമ്പ് എപ്പോഴോ യൂട്യൂബിൽ നിന്ന് തന്നെ ഒരു റെസിപ്പി കണ്ടിട്ട് അങ്ങനെ ഫോളോ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൈദമാവിലേക്ക് ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓയിലും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ചെറുതായിട്ട് വാമായിട്ടുള്ള ചൂടാക്കിയിട്ടുള്ള പാല്, തിളപ്പിച്ചതല്ല, ചെറിയ ചൂടുള്ള പാല് ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്ത് വെക്കും കേട്ടോ. പിന്നെ ഒരു 1 to 2 മണിക്കൂറെല്ലാം അങ്ങനെ അത് വെക്കും. അതിനുശേഷം അത് എന്താ പറയുക, നമ്മൾ ചപ്പാത്തിയെല്ലാം ഉണ്ടാക്കില്ലേ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു തിക്കായിട്ടുള്ള ഒരു രീതിയിൽ പരത്തിയെടുത്തിട്ട് പിന്നെ അത് ഓയിലിൽ ഫ്രൈ ആക്കി എടുക്കും കേട്ടോ. അങ്ങനെ അത് ചെയ്യൽ. പിന്നിപ്പോൾ ഇവിടെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് വാഷ് ചെയ്ത് വെച്ചത്, അതിലെ വെള്ളമൊക്കെ പോകാനായിട്ട്. ഇതിൽ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പിന്നെ നന്നാക്കിയ വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ചെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാനും വേണ്ടിയിട്ട് ആക്കി വെച്ചതാട്ടോ. അപ്പോൾ ഇത് ഞാൻ വെറുതെ മിക്സിയിലിട്ടിട്ട്, അതായത് ഇഞ്ചി കുറവും, അതായത് 1 കപ്പ് ഇഞ്ചി ഒരു കപ്പ് വെളുത്തുള്ളി ഉണ്ടെങ്കിൽ 1/4 കപ്പ് ഇഞ്ചി, അങ്ങനത്തെ ഒരു അളവിൽ എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടിയാണ് ഞാൻ ചേർക്കൽ. സൺഫ്ലവർ ഓയിൽ വളരെ കുറച്ചിട്ടാണ്, 1 ടീസ്പൂണോ 2 ടീസ്പൂണോ എല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് അത് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ച് വയ്ക്കും. ഫ്രീസറിലേക്കല്ല, ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ച് വയ്ക്കും. കുറച്ച് നാൾ അതങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പം ചെയ്തെടുക്കണ്ടല്ലോ. പിന്നെ മാത്രമല്ല, കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനൊരു ഫ്ലേവർ ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ സ്ഥിരമായിട്ട് ഇത് തീരുമ്പോൾ എളുപ്പമാണല്ലോ, എങ്ങനെ ഉണ്ടാക്കി വെക്കലുണ്ട് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ചിക്കനും കൂടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലേ, അതിനുള്ള മല്ലിയും മുളകും കേട്ടോ അവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളത്. അതൊരു ഗീ റോസ്റ്റ്, ചിക്കൻ്റെ ഒരു ഗീ റോസ്റ്റ്. അത് അടിപൊളി റെസിപ്പി കേട്ടോ. മുമ്പ് ഒത്തിരി വീഡിയോസിൽ ആ ഒരു റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിൽ അത് ഞാൻ കാണിക്കണില്ല കേട്ടോ. പിന്നെ ഇനി കടായി പനീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളിയും ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ചെറിയൊരു വെല്ലുള്ളി കേട്ടോ, സവാള, ഇത്രയും എടുത്തിട്ടുള്ളത്. അത് നമ്മൾ കടായി പനീറിൽ കാണാറുള്ള പോലെ തന്നെ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കും കേട്ടോ, ക്യാപ്സിക്കവും പിന്നെ ഉള്ളിയെല്ലാം. ഈ ഒരു ചോപ്പറിലിട്ടിട്ടാണ് ഞാൻ മിക്ക ദിവസവും പെട്ടെന്ന് കുക്ക് ചെയ്യുമ്പം ആക്കിയെടുക്കലിട്ട. ഇത് നിങ്ങൾ മുമ്പ് ഞാനൊരു ആമസോൺ ഹോളിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചോപ്പർ, ഇതൊരു ഇലക്ട്രിക് ചോപ്പറാണ്. നമുക്ക് തീരുമ്പോൾ ചാർജ് ചെയ്തെടുക്കാം. പെട്ടെന്നൊന്നും ചാർജ് തീരുമെന്നല്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിങ്ങനെ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യുമ്പം വലിയ ജാറൊന്നും എടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയൊക്കെ എടുത്തിട്ട് അങ്ങനെ ചതച്ചെടുക്കുകയോ ചെറിയ അളവിലൊക്കെ ചെയ്യുമ്പോൾ ആവശ്യം ഇല്ലല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ചോപ്പർ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കൂ, നല്ല ഈസി ആയിട്ടത്. അപ്പോൾ ഇനി ഒരു ചെറിയൊരു പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക്.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻറ്റും കൂടിയിട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൽ കമൻറ്റൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കതൊരു ഹാപ്പിനെസ് അല്ലേ, അതുകൊണ്ടാട്ടാ പറയുന്നത്. പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോയെന്ന് എനിക്കും ഒരു ഇത് ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ തോന്നുമല്ലോ. അപ്പോൾ അത് കാരണം നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. ഇപ്പം തന്നെ ഒന്ന് ലൈക്കും കൂടി പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യട്ടാ. ഈ ഒരു പനീറിൻ്റെ റെസിപ്പി, കടായി പനീറിൻ്റെ ഈ ഒരു റെസിപ്പി, ഒരുപാട് തരത്തിലുള്ള റെസിപ്പീസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണല്ലോ. ഞാൻ കാണിക്കുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചൂടായ പാനിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചോപ്പ് ചെയ്തത് ചേർത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും ക്യാപ്സിക്കവും, ഉള്ളി ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ 2 കളർ ചേർത്തിട്ടുണ്ട്, 1 കളർ ചേർത്താലും മതി കേട്ടോ ക്യാപ്സിക്കം. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടിയിട്ട് ചേർത്ത് കൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ധാരാളം തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ധാരാളം എന്ന് വെച്ചാൽ ഒത്തിരി അല്ല, നിങ്ങൾ കണ്ടില്ലേ 3 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്, മീഡിയം സൈസിലുള്ള. അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കും കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയിപ്പോൾ ഗരം മസാല ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നോർത്ത് ഇന്ത്യൻ ഗരം മസാല ഒന്നല്ല, സാധാരണ കേരള ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് ചേർക്കാൻ പാടില്ല കേട്ടോ, ആ ഫ്ലേവർ കുറേ മാറിപ്പോവും. പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കസൂരി മേത്തി, അത് അത്യാവശ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം എന്ന് വെച്ചാൽ ഒത്തിരി അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, അത് പിന്നെ കയ്പായി പോവും. ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗരം മസാലയും കസൂരി മേത്തിയും എല്ലാം ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ തക്കാളിയൊക്കെ നിങ്ങൾ ഇതിൽ കാണണില്ലേ, അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് 1-2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്തേതാ ഞാൻ പനീർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പനീർ കട്ട് ചെയ്യണ ജോലിയില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജോലിയാട്ടോ. ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ജോലിയായിട്ട് ഒരു കാര്യമല്ലേ അത്. ഇങ്ങനെ സോഫ്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിട്ടാ പനീർ കട്ട് ചെയ്യൽ. അപ്പോൾ പനീർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാ ഈ ഒരു ഗ്രേവി, ഈ ഒരു ഇത് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കുകയാണ്. പനീർ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്, ഒന്ന് സോഫ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്കിപ്പോൾ കുറച്ച് ഒരു ഗ്രേവി ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ട്, പിന്നെ കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പെല്ലാം അത്രയും ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്, പച്ചവെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. മസാലയും ബാക്കിയൊക്കെ അത്യാവശ്യം കുക്കായി കിടക്കല്ലേ, അപ്പോൾ അതിലേക്ക് പച്ചവെള്ളം ഒഴിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഈ പനീർ ഒന്ന് കുക്കായി വരാനായിട്ട് കുറച്ച് നേരം കൂടിയിട്ട് ഒന്ന് അടച്ചിച്ച് കുക്ക് ചെയ്തെടുക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇനി ഇതിലേക്ക് ഒന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇതിലേക്ക് നെയ്യ് ചേർത്തിട്ട് ഉണ്ടാക്കി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും യൂസ് ചെയ്യാം കേട്ടോ. സൺഫ്ലവർ ഓയിലെല്ലാം യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു പനീർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ഇത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, കണ്ടിട്ട് ഉണ്ടാക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി അല്ലേ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാവെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് പരത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇത് ശരിക്കും ചെറുതായിട്ട് നമ്മൾ പരത്തിയെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ എന്നാ തോന്നുന്നത്. കാര്യം ഇതെനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ യൂട്യൂബിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു റെസിപ്പി അത്. അപ്പോൾ അതിലവരിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാനും കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടാണ്. അല്ലാണ്ട് ഇതിങ്ങനെ ഇത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ ഇതിൻ്റെ പേരെന്താന്ന്. ഈ ഒരു ഡിഷിൻ്റെ ഈ ഒരു എന്താ പറയുക, പട്ടൂര എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. എനിക്ക് അറിയണമെന്നുണ്ട്. കാര്യം അന്ന് തുടങ്ങി ഞാനിതിങ്ങനെ ഉണ്ടാക്കണുണ്ട്. നന്നായിട്ട് വരലുണ്ട്, നല്ല പൊങ്ങി പൊളച്ച് വരലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആട്ടാ. അപ്പോൾ ഇതിൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യൂട്യൂബിൽ എന്തോ ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരു സജസ്റ്റഡ് വീഡിയോ ആയിട്ട് വന്നിട്ട് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി, കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് ചില റെസിപ്പീസ് കാണുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തോന്നില്ലേ, അങ്ങനെ ഉണ്ടാക്കിയ ഒരു റെസിപ്പി ആയിരുന്നു ഇത്.
അപ്പോൾ അത് ശരിയാവുകയും ചെയ്തു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് തുടങ്ങി ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കലുണ്ട്. പിന്നെ അത് എനിക്ക് അന്ന് അവരെന്തോ പേര് അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് ഓർമ്മയില്ല കേട്ടോ. പിന്നെ ഇത് ഉണ്ടാക്കി ഇങ്ങനെ ആയത് കാരണം, ഉണ്ടാക്കി എടുക്കണത് കാരണം പിന്നെ ഇതിൻ്റെ ഒരു പേര് തപ്പി ഞാൻ പോയിട്ടില്ല. അതുകൊണ്ടാട്ടാ പറഞ്ഞത്, നിങ്ങൾക്ക് ഇതിൻ്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണമെന്ന്. ബട്ടൂര അല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്, കാര്യം ബട്ടൂരിൻ്റെ റെസിപ്പി കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും, റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച ഞാൻ വീണ്ടും വരാം. താങ്ക് യു. ബൈ.